2025 ജനുവരി മുതൽ 2025 ഡിസംബർ വരെ ഹാപ്പി പാർക്കിന്റെ കൂടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ ഏകദേശം 2000-ലധികം ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞു. 2000-ലധികം ആളുകൾ ഓഫ്ലൈൻ പ്രോഗ്രാം, അതായത് ഫിസിക്കലായിട്ട് നമ്മുടെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തു. രാവിലെയുള്ള ഈ പ്രോഗ്രാമിൽ മറ്റു നമ്മുടെ കോഴ്സുകളിലൊക്കെ ആയിട്ട് 10,000-ങ്ങൾ ഒരുപക്ഷെ പങ്കെടുത്ത് കഴിഞ്ഞു കാണും. ഒരു സംശയമില്ല, 10,000-കണക്കിന് ആളുകൾ. അപ്പോ ഹാപ്പി പാർക്ക് ഒരു ക്യാമ്പയിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, തുടക്കം കുറിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ഇത്രയും വലിയ ഒരു മാറ്റമുണ്ടാകുവാനും അതേപോലെ തന്നെ ഇങ്ങനെ ആളുകൾ ഓരോ പ്രോഗ്രാമിലും നിരന്തരമായിട്ട് ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുവാനുള്ള കാരണം? അതേപോലെ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതിൽ പങ്കെടുക്കുവാൻ വിസമ്മതിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ക്യാമ്പയിനെ കുറിച്ചാണ്. അതായത് ഒരു വർഷം ഹാപ്പി പാർക്കിനോട് കൂടെ. എന്തുകൊണ്ടാണ് അതിന് പറയാൻ കാരണം ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഈ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒന്നിന്റെ പിന്നാലെയും നമ്മൾ ഓടരുത്. ഭൂമിയിൽ മനുഷ്യൻ മാത്രമാകുന്നു ഈ ദുരന്തം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൃഗങ്ങളും പക്ഷികളും ബാക്കിയുള്ള ജന്തുക്കളുമെല്ലാം അവർക്ക് പ്രപഞ്ച നിയമം തെറ്റിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട്, പ്രപഞ്ചത്തിന്റെ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവയെല്ലാം മനോഹരമായി മുന്നോട്ട് പോകുന്നു എന്നതാണ്. അപ്പോ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത സ്റ്റൈൽ അല്ലെങ്കിൽ വേ ഓഫ് തിങ്കിങ് ഇത് ഹെറിബറി ആണെങ്കിൽ, ബിസിഫുൾ ആണെങ്കിൽ, ശാന്തിയില്ലാത്തതാണെങ്കിൽ, ഒടുക്കത്തെ ഹെറീനസ് ആണെങ്കിൽ, ഇൻഹാർമണിയസ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് സമൃദ്ധി എന്ന് പറയുന്ന സാധനം അട്രാക്ട് ചെയ്യുവാൻ സാധ്യമല്ല. ഒരിക്കലും സമൃദ്ധി എന്നത് തിരക്ക് പിടിച്ച മനസ്സിന് സ്വപ്നം കാണുവാൻ അവകാശമില്ലാത്തതാകുന്നു. മനസ്സിലായോ? എല്ലാവരും, ഓരോ മനുഷ്യരും, ഞാനും നിങ്ങളുമെല്ലാം സമാധാനമുള്ള, സന്തോഷമുള്ള, കംഫർട്ടബിളായ, പാദങ്ങൾ നിലത്തുറച്ച ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുവാനും അവരുടെ കൂടെ ആയിരിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നതുപോലെ പണവും നല്ല ജീവിതവും നല്ല കുടുംബജീവിതവും നല്ല ആരോഗ്യവും സമാധാനമുള്ള സ്വസ്ഥതയുള്ള ജീവിതവുമെല്ലാം ഹാർമണി വന്ന, അകത്ത് ശാന്തി വന്ന, പക്വത വന്ന പാദങ്ങൾ നിലത്തുറച്ചവന്റെ കൂടെ കൂടുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഒരു വർഷം നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. എപ്പോൾ നമ്മുടെ മനസ്സ് അടങ്ങുന്നുവോ, എപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തിയിലോട്ട് പോകുന്നുവോ, ആ നിമിഷം മുതൽ കാര്യങ്ങളെല്ലാം മാറി മറഞ്ഞു വരും. ഇതുവരെ നമ്മൾ കണ്ട ലോകമാവില്ല നമ്മൾ ഈ ശാന്തിയിൽ അധിഷ്ഠിതമാകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മളോട് ആളുകൾക്കുള്ള പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കും. പ്രപഞ്ചത്തിൽ മുഴുവനും മാറ്റം സംഭവിക്കും. ഈ പ്രപഞ്ചം തന്നെ നമ്മളോട് പ്രതികരിക്കുന്ന രീതിയിൽ മാറ്റം സംഭവിക്കും, നമ്മൾ ശാന്തിയിലോട്ട് സ്വിച്ച് ഓവർ ചെയ്തു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഒരിക്കലും നമുക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കണമെന്നോ മത്സരിക്കണമെന്നോ, അല്ലെങ്കിൽ നമ്മളെക്കാളും മികച്ച ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും കുഴിയിൽ ചാടിച്ച്, അല്ലെങ്കിൽ അയാളെക്കാളും ഏതെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർന്ന് കയറാനൊന്നും നിങ്ങൾ പോവേണ്ട കാര്യമില്ല. ഇതൊന്നും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ചൂണ്ടുപലകളല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഈസി ടേക്ക് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായി നിലനിന്നാൽ മാത്രം മതി. എല്ലാം നമ്മെ തേടി ഇങ്ങോട്ട് വരും. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഊർജം, ആ എനർജി, ആ ഫ്രീക്വൻസി, അത് ശാന്തിയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എനർജിയെ നമ്മൾ യൂണിവേഴ്സിലോട്ട്
അങ്ങ് ഫ്രീ ആക്കിയാൽ മതി. അപ്പോൾ പ്രപഞ്ചം മുഴുവനും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ വേണ്ടി പോകരുത്. യുദ്ധം ചെയ്യാൻ വേണ്ടി പോകരുത്. ലോകത്ത് ഏതെങ്കിലും ഒരു യുദ്ധം കൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. യുദ്ധം അത് നരകത്തെ സൃഷ്ടിക്കുന്നു. യുദ്ധം ചെയ്തിട്ടല്ല നേടിയെടുക്കേണ്ടത്. നമ്മിലോട് ഒഴുകി വരുവാനുള്ള സാഹചര്യം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ഒരുക്കി കൊടുത്താൽ വരേണ്ടത് നമ്മുടെ ഉള്ളിലൂടെ ഒഴുകി വരും, നമ്മുടെ ജീവിതത്തിലോട്ട് ഒഴുകി വരും. മനസ്സിലായില്ലേ? വിഡിത്തം നിറഞ്ഞ, യാതൊരു അറിവുമില്ലാത്ത, ഇഗ്നറൻസ് ഉള്ള, അന്ധകാരം നിറഞ്ഞ ഈ ഒരു മത്സരത്തിനും ഹാർഡ് വർക്കിനും സ്ട്രഗിളിങ്ങിനും പോവരുത്. അത് നമ്മുടെ വിജയത്തെ തകർത്തു കളയും. മനസ്സിലായില്ല? അറിവില്ലാത്ത സ്ട്രഗിൾസ് എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ ചെറിയ പ്രായത്തിൽ പഠിച്ചു വെച്ചത് കഠിനമായി അധ്വാനിക്കണം, എല്ലുമുറിയത്ത് എന്താ പറയാ അധ്വാനിക്കണം. അധ്വാനിക്കണ്ട എന്ന് അന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അധ്വാനിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടായിരിക്കണം. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാനൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നു, ഒരു സംശയമില്ല. പക്ഷെ ജോലി ചെയ്യുന്നു ഞാൻ അറിയുന്നത് തന്നെ ഇല്ല. ഞാൻ ചെയ്യുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ പരിപൂർണമായും ആനന്ദത്തിലാകുന്നു, ആഹ്ലാദത്തിലാകുന്നു. ഒരുപക്ഷെ പലർക്കും, ഈ ഹാപ്പി പാർക്കിനെ തന്നെ പ്ലാറ്റ്ഫോമിലുള്ള പലർക്കും, ട്രഷറിലൊക്കെയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മളൊക്കെ ചെയ്തു വരുന്ന ഓരോ വർക്കുകളും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ. പക്ഷേ ഏതെങ്കിലും നിമിഷം നമ്മളെ കാണുമ്പോൾ ഒരു ബിസി ഉണ്ടോ? ഒരു ബിസിയും ഇല്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ സ്ട്രഗിളും കഠിനമായ അധ്വാനവും ഇതൊന്നും ഒരു മനുഷ്യനെ റിച്ച് ആകുവാൻ, സമൃദ്ധിയുള്ള ഒരാളാകുവാൻ ഒരിക്കലും സഹായിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ റിലാക്സ്ഡ് ആവുക. അപ്പോൾ നമ്മൾ ഒരു ഗാന്ധമായിട്ട് മാറും. നമ്മൾ ശാന്തരാവുക. അപ്പോൾ നമ്മളൊരു ഗാന്ധമായിട്ട് മാറും. അപ്പോൾ ജീവിതം കുറെ കൂടി ഈസിയും കുറെ കൂടി ഒരു എഫേർട്ടും ഇല്ലാത്ത, എഫേർട്ട്ലെസ് ആയിട്ട് ഒഴുകുന്ന ആ രൂപത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്യാൻ യു അഗ്രി വിത്ത് മീ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ക്യാൻ യു അഗ്രി വിത്ത് മീ? ചില ആൾക്കാരൊക്കെ ഉണ്ട്, സാറേ എന്റെ പ്രശ്നം നൂലാമാല ത്രെഡിൽ കുടുങ്ങി 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 കിടക്കുകയാണ്. ഞാൻ പറയുന്നു, എല്ലാ ഊരാ കുടുക്കുകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധ്യമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വർഷമെങ്കിലും നിങ്ങൾ ഹാപ്പി പാർക്കിനെ കൂടെ സഞ്ചരിക്കൂ. ഇതിൽ ഈ ശാന്തിയിൽ ഒന്ന്, ഈ സമാധാനത്തിൽ ഒന്ന്, ഒരു ഇന്റേണൽ ഹാർമണിയിൽ ഒന്ന് സ്ഥിരപ്രതിഷ്ഠ നേടൂ. അവിടെയാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്. അവിടെയാണ് അമ്പലം, അതിലാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ശാന്തിയുടെ, സമാധാനത്തിന്റെ, ഇന്റേണൽ ഹാർമണിയുടെ ആ ഒരു അവസ്ഥയെ നിങ്ങളൊന്ന് പ്രതിഷ്ഠിച്ചു നോക്കൂ. അപ്പോൾ ജീവിതം ഈസി ആയിട്ട് ഒഴുകാൻ തുടങ്ങും. മനസ്സിലായോ? പണം ഈസി ആയിട്ട് ഒഴുകാൻ തുടങ്ങും. നമ്മളൊക്കെ മനസ്സിലാക്കിയത്, നമ്മളൊക്കെ പഠിപ്പിച്ചത് കഠിനമായി അധ്വാനിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, നമ്പർ 1 ആവണം. ഈ നമ്പർ 1 ആവണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. കാരണം ലോകത്തൊരു നമ്പർ 1 ഇല്ല. ഏറ്റവും വലിയ സുന്ദരൻ ഉണ്ടോ? ഇല്ല. ഒരാൾ പറയാണ്, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനെ കണ്ടു, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയെ കണ്ടു. തെറ്റാകുന്നു. നിങ്ങളെ കണ്ണിൽ വേറെ ഒരാളെ കാണുമ്പോൾ, അതിനേക്കാളും സൗന്ദര്യമുള്ള ആളെ കാണുമ്പോൾ ഇയാളെല്ലാം തോന്നും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്പർ 1 ആവാൻ ശ്രമിക്കുക. മത്സരമുള്ള ലോകമാകുന്നു, അതുകൊണ്ട് മത്സരിക്കണം, അതുകൊണ്ട് മറ്റുള്ളവരെ തകർക്കണം, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഉയരണം, നമ്മുടെ ശബ്ദം എപ്പോഴും പുറത്ത് കേൾക്കണം, നമ്മളെപ്പോൾ നമ്പർ 1 ആവണം. ഇതൊക്കെ തെറ്റാകുന്നു. എന്തുകൊണ്ട് തെറ്റാവുന്നു? അതിൻ്റെ ഒന്നും കാര്യം ഈ ലോകത്തില്ല. ഈ ലോകം അത്രയും വിശാലമാകുന്നു. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു പന്ത് 100 ആള് മത്സരമുണ്ട്. കാരണം ആ ഒരു പന്ത് കിട്ടാൻ 100 ആളില്ലേ? എന്നാൽ 100 പന്ത് ഒരാള്, അവിടെ മത്സരമുണ്ടോ? അവിടെ മത്സരമില്ല എന്നതുപോലെയാണ് പ്രപഞ്ചത്തിന്റെ കഥ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് എല്ലാം തെറ്റായി പഠിച്ചു വെച്ചു. എല്ലാം നമ്മൾ ഇഗ്നറൻസോടുകൂടി പഠിച്ചു വെച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ
ഏതെങ്കിലും സമയത്ത് നമുക്കൊരു റിച്ച് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർത്തോളൂ, മനസ്സിലായിക്കോളൂ, ഒരിക്കലും റിച്ച്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും കഠിനാധ്വാനം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. ഇനിയിപ്പൊ അങ്ങനെ ഒരാള് എന്ത് ചെയ്തു? കഠിനമായി അധ്വാനിച്ചു, 10 ജോലി ചെയ്തു, 10 ബിസിനസ് ചെയ്തു, അവിടെ അത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു, പ്രോപ്പർട്ടി വാങ്ങി. നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, നല്ല എന്താ പറയുക കുടുംബജീവിതമുണ്ട്, മക്കൾക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം എല്ലാവരും നല്ല നിലയിലെത്തി. എന്നാൽ ഇയാൾക്ക് സമാധാനം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അയാൾക്കെല്ലാം ഉണ്ട്, അപ്പോഴും അയാൾ ദുഃഖിക്കുന്ന കോടീശ്വരനാവും. അയാളും ഈ ഓടയിൽ കിടക്കുന്ന ബെഗറായിട്ടുള്ള യാചകനായ മനുഷ്യന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ബെഗറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അന്നത്തെ ഒന്നും കിട്ടിയില്ല, അത് കിട്ടുമായിരിക്കും, അത്രേ ഉള്ളൂ. അയാൾക്ക് വലിയ വീടിനെ കുറിച്ച് സ്വപ്നമില്ല, അതുകൊണ്ട് തന്നെ തന്റെ വീടിനെ കുറിച്ച് അയാൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഒരുപക്ഷെ ഈ ബെഗർക്കായിരിക്കും നേരത്തെ പറഞ്ഞ എല്ലാമുള്ള, അതായത് കഠിനമായി ഓടി 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 എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും ശരി, അത് ആസ്വദിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രകാശമുള്ള നോളജുകൾ നമ്മുടെ ഉള്ളിലോട്ട് കയറണം. നമുക്കൊരു ഒരു ഒന്നുമില്ലായ്മ തോന്നും, ഒരു ഇൻസെക്യൂരിറ്റി തോന്നും, ഇതൊന്നും പോരാ, ആ ഇൻഷുറൻസ് ചേർന്ന് ഇതിൽ ചേർന്ന് എങ്ങനെയെങ്കിലും ജീവിതം എന്തെന്ന്, അതിന്റെ സുഖം എന്തെന്നറിയാതെ അയാൾ മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു ധനികനാവണമെങ്കിൽ, ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു സമ്പന്നനാവണമെങ്കിൽ, ഒരാൾക്ക് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ജീവിതം ആസ്വദിക്കണമെങ്കിൽ, അതിന് അയാൾ ഫോഴ്സ് കൊടുത്ത്, പുഷ് കൊടുത്ത്, മനസ്സിലായില്ലേ? അങ്ങനെ പ്രപഞ്ചത്തിനോട് ഇങ്ങനെ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് ഇല്ല എന്ന ആ സന്ദേശമാണ് യൂണിവേഴ്സിലോട്ട് പോകുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി, നമ്മൾ പെർമിഷൻ കൊടുത്താൽ മതി. മനസ്സിലായി? ഭയം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. നാളെ എന്താവും, ഇത് കിട്ടുമോ ഇല്ലേ? അതായത് റിയലി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഉള്ളിൽ നിന്നും പേടി എന്ന് പറയുന്ന വികാരത്തെ കംപ്ലീറ്റ്ലി ഉന്മൂലനം ചെയ്യണം. ഭയം എന്ന് പറയുന്ന സാധനത്തെ കംപ്ലീറ്റ്ലി ഉന്മൂലനം ചെയ്യണം. പേടി ഉണ്ടാവാൻ പാടില്ല, ഒന്നിനെ കുറിച്ചും ആധി ഉണ്ടാവാൻ പാടില്ല. ഈ ആദിയും വ്യാധിയും ഭയവും ഇല്ലാത്ത മനസ്സ് ഒരാൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അയാൾക്ക് എല്ലാ സമൃദ്ധിയും ആകർഷിക്കുവാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഹാപ്പി പാർക്ക് 1 വർഷം ഹാപ്പി പാർക്കിന് കൂടെ എന്ന ക്യാമ്പയിൻ ആചരിക്കുന്നു എന്നതിന്റെ പൊരുൾ മനസ്സിലായിരുന്നു? ടൈപ്പ് ചെയ്ത്, ഇതൊരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുന്നു, എത്ര കോടികൾ ബാധ്യതയുണ്ടെങ്കിലും, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും, ജീവിതത്തിൽ എല്ലാ ഊരാ കൊടുക്കുണ്ടെങ്കിലും, അതെല്ലാം നിങ്ങളുടെ എനർജിയെ യൂണിവേഴ്സിനോട് പോയപ്പോൾ അതിന് ലഭിച്ച ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആകുന്നു. മനസ്സിലായോ? ഞാൻ പറയുന്നത്, സുസ്ഥിരമായിട്ടുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ 1 വർഷം നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ എല്ലാ കെട്ടുകളെയും അയച്ചെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പീസ്ഫുൾ ആകുവാനും, സന്തോഷമുള്ള ആളാകുവാനും, ജോയ്ഫുൾ ആളാകുവാനുമാണ് നോക്കേണ്ടത്. പക്ഷെ നമുക്കത് പേടിയാണ്, നമുക്ക് ഉത്കണ്ഠയുള്ള ആളാവാനാണ് താല്പര്യം. ഒന്ന് ടൈപ്പ് ചെയ്താൽ മാടി ഫ്രണ്ട്സ്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. ഒത്തിരി ആൾക്കാർ കേൾക്കുന്നു, എല്ലാവരും ടൈപ്പ് ചെയ്ത്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. എന്തിനാണ് 1 വർഷം ഹാപ്പി പാർക്കിന്റെ കൂടെ എന്നത് വെറുതെ പറയാണോ? എന്തിനാണ് EFTയും മണി മൈൻഡ് സെറ്റും ട്രഷറും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി രാമാനം നമ്മളിങ്ങനെ പറയുന്നത്? ഇതുകൊണ്ട് ഗുണമുണ്ടാവും എന്നത് ഉറപ്പാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിലൂടെ സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ അവനെ തന്നെ സ്ഥിരപ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്യുന്നത്. കുറെ കാലം യുദ്ധം ചെയ്തല്ലോ നമ്മൾ, കുറെ കാലം നമ്മൾ സുഖം എന്തെന്നറിയാതെ ഓടിയല്ലോ, കുറെ പണം ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിച്ചല്ലോ. ആൻസൈറ്റി ഇല്ലാത്ത മനസ്സ് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ മനസ്സിന് പുറമെ നമ്മുടെ ബോഡിയിലും ശരീരത്തിലും മെമ്മറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻസൈറ്റി നിരന്തരമായി ലഭിച്ച ബോഡി മെമ്മറി, ആൻസൈറ്റി ഇല്ലാത്ത ഒരവസ്ഥയെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. ഏതെങ്കിലും രൂപത്തിലൊരു ആൻസൈറ്റിക്ക് കാരണമായ ഒന്നുമില്ലെങ്കിൽ ബോഡി തന്നെ അസ്വസ്ഥമാവും. ദൈവമേ, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉത്കണ്ഠയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇന്നിപ്പോ ഒന്നും കാണുന്നില്ല എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും മൊബൈലിന് താഴെ നിന്ന് വീട് പൊട്ടുക. അപ്പോ ബോഡിക്ക് സമാധാനമായി ഒരു സാധനം കിട്ടിയല്ലോ. ഇത് തന്നെയാകുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച്, മനസ്സിലായില്ലേ? ഒരു ദിവസം നല്ല രൂപത്തിലാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് നേരെ തലക്കുത്തനെ. ഇത് എത്ര പറഞ്ഞാലും മനുഷ്യന് മനസ്സിലാവില്ല. എന്നിട്ട് ഈ ആൻസൈറ്റി, എനിക്ക് ടെൻഷന്, ഒരു തരം വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ ഒരു തരം സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതിലൊക്കെ കംഫർട്ട് ആയിട്ടുള്ള, അതിലൊക്കെ മൃഗീയ സുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, സുഖകരമായ ജീവിതം, സമൃദ്ധിയുള്ള ജീവിതം, അതല്ലെങ്കിൽ സമ്പന്നത, പണം, ഇതെല്ലാം മെറ്റീരിയലായ ഒരു വസ്തുവല്ല. ഇതൊക്കെ ഊർജമാകുന്നു. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, നമ്മളൊക്കെ ഇപ്പൊ എത്ര ലക്ഷക്കണക്കിന് രൂപ ട്രാൻസ്ഫർ നടത്തുന്നു. എന്താ നടത്തുന്നത്? ഊർജമാണ്. നമ്മൾ ഫിസിക്കലായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് എത്രത്തോളം ഊർജമുണ്ടോ അത്രത്തോളം നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടാവും. ആ ഊർജത്തെയാണ് നമ്മൾ ട്രാൻസ്ഫർ നടത്തുന്നത്. പണം ഊർജമാകുന്നു, നല്ല കുടുംബജീവിതം ഊർജമാകുന്നു, നല്ല കൂട്ടുകാർ നമുക്ക് കിട്ടണമെങ്കിൽ അത് ഊർജമാകുന്നു, നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ലൈഫ് ഉണ്ടാണെങ്കിൽ അത് ഊർജമാകുന്നു. മനസ്സിലായില്ലേ? അപ്പോ പണവും സമൃദ്ധിയും സന്തോഷവും കടബാധ്യതയില്ലാത്ത ജീവിതവുമെല്ലാം ഊർജമാകുന്നു. നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ അകത്തെ ഫ്രീക്വൻസി ആകുന്നു ആ ഊർജം. ആ ഫ്രീക്വൻസി ആകുന്നു പ്രപഞ്ചത്തിലോട്ട് പോകുന്നത്. അതിനെയാണ് യൂണിവേഴ്സ് വായിച്ചെടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ കാട്ടിക്കൂട്ടലല്ല. പുറത്ത് നിങ്ങൾ ഇങ്ങനെ ഓടി ബഹളം വെച്ച് അങ്ങനെ ഇങ്ങനെ, അതിനെ യൂണിവേഴ്സ് മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി ആകുന്നു. അതുകൊണ്ട് ഉയർന്ന ഇന്റേണൽ ഫ്രീക്വൻസി ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾ ശാന്തനാവണം, അയാൾ അടങ്ങണം. പക്ഷെ ആൾക്കാർക്ക്, ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശാന്തമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും പേടിയല്ലേ? വല്ല സന്തോഷത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു തരം ഭയമല്ലേ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ, ഒന്ന് ടൈപ്പ് ചെയ്ത്. പലർക്കും ഒന്ന് ചിരിക്കുകയോ കുറച്ചു നേരം സമാധാനത്തിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം വരാനുണ്ടോ ദൈവമേ എന്ന് ആലോചിച്ചൊരു തരം പേടിയല്ലേ? മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ടൈപ്പ്. ട്രഷറിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ പറയുന്നു, ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്, ശാന്തിയാണ്, ഞങ്ങളെ കൊണ്ട് ആ കാര്യം പറയണ്ട എന്ന് പറയുന്നു. വേറെ കുറെ ആൾക്കാർ സത്യസന്ധമായി പറയുന്നു, കാരണം ചിരിച്ചാൽ കരയേണ്ടി വരും എന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതെല്ലാം അന്ധവിശ്വാസമാകുന്നു. എപ്പോഴും ചിരിക്കുവാനും ആസ്വദിക്കുവാനും ഉല്ലസിക്കുവാനുമാണ് പ്രപഞ്ചം താല്പര്യപ്പെടുന്നത്. മുകളിലുള്ള ദൈവത്തിനെങ്ങാനും നമ്മുടെ ചിരി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങേർക്ക് വല്ലതും തോന്നിയാലോ, ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ ഫ്രീക്വൻസി ആകുന്നു, ലോ ഫ്രീക്വൻസി ആകുന്നു. ഈ ഫ്രീക്വൻസിയോടാകുന്നു പ്രപഞ്ചം പ്രതികരിക്കുന്നത്. ഞാൻ പറയുന്നു, പണവും അതുപോലെ തന്നെ നല്ല ജീവിതവും ഒന്നും മെറ്റീരിയലായി തൊടാൻ പറ്റുന്ന സംഗതികളല്ല. അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കും, സാറേ പണം തൊടാൻ പറ്റുമല്ലോ. ഈ തൊടാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് ഇത് വന്നത് നിങ്ങളുടെ എനർജി കൂടിയത് കൊണ്ടാകുന്നു, അതല്ലാണ്ട് വരില്ല. എന്നാൽ ലോട്ടറി അടിച്ച ആൾക്ക്, കോടിക്കണക്കിന് രൂപ ലോട്ടറി അടിച്ചു, അയാൾ അത്രയും ഫ്രീക്വൻസി എത്തിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കാരണം പറഞ്ഞ ആ പണമെല്ലാം അയാളും തട്ടിത്തെറിച്ച് ഇല്ലാണ്ടെയാകും, നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു വർഷം ഹാപ്പി പാർക്കിന്റെ കൂടെ എന്ന ഈ ക്യാമ്പയിൻ എല്ലാവരും പങ്കെടുക്കുക. കാരണം നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ, നമ്മുടെ മനസ്സ് അടങ്ങുമ്പോൾ, നമ്മുടെ മനസ്സ് കംഫർട്ടബിൾ ആകുമ്പോൾ, സമൃദ്ധി നാച്ചുറലായിട്ട് അതിന് സഞ്ചരിക്കുവാനുള്ളൊരു വഴി നിങ്ങളിലൂടെ കണ്ടെത്തും. ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സ്, എന്റെയും നിങ്ങളുടെയും മനസ്സ് കാമാവുമ്പോൾ, പീസ്ഫുൾ ആകുമ്പോൾ, കംഫർട്ടബിൾ ആകുമ്പോൾ, സ്വൈര്യമുള്ള ജീവിതം, സമൃദ്ധിയുള്ള ജീവിതം, പണം, നല്ല കുടുംബജീവിതം, ആരോഗ്യം, ഇതിന് സഞ്ചരിക്കുവാനുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു വഴി കണ്ടെത്തും. കാരണം ഈ വഴി കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കുകയാണ് ഈ സമൃദ്ധി. അത് കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ. ആൾക്കാരെടുത്തൊന്നും അതിന് സഞ്ചരിക്കുവാൻ നമ്മിൽ സ്പേസ് ഇല്ല. കാരണം അതിനിങ്ങോട്ട് വരാൻ അനുവദിക്കാതെ, ഇങ്ങോട്ട് വരണ്ട,
ഇങ്ങോട്ട് എന്ത് മാത്രം വന്നാൽ മതി, ദുരന്തം മാത്രം വന്നാൽ മതി എന്ന സന്ദേശമാകുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യർ ഈ ലോകത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരണ്ട, നല്ല ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് ദുരന്തം മതി. ഇതാണ് നമ്മൾ പ്രപഞ്ചത്തിനോട് പ്രക്ഷേപണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ദുരന്തത്തിന്റെ മെസ്സേജ് അയച്ച് 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 നല്ല ജീവിതം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് യൂണിവേഴ്സിന് മനസ്സിലാവുന്നു, പക്ഷേ നിങ്ങളോട് വരാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ശക്തി ഉപയോഗിക്കേണ്ടതില്ല. അലൈനാവുക, ഈ പ്രപഞ്ച നിയമവുമായിട്ട് അലൈനാവുക, കൂടിച്ചേരുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ദാരിദ്ര്യവും കടബാധ്യതകളും പ്രതിസന്ധികളുമെല്ലാം അത് നമ്മുടെ ഊർജത്തിന് പറ്റിയ ഒരു തെറ്റിദ്ധാരണയാകുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങൾ എന്ന് റെഡിയാകുന്നുവോ, എന്ന് നമ്മുടെ ഊർജത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റുവാൻ നിങ്ങൾ റെഡിയാകുന്നുവോ, അന്ന് നമ്മിലോട് സമൃദ്ധി ഒഴുകും. അത്ര പണിയേ ഉള്ളൂ. ഇത് വെറുതെയാണോ ഈ 2000-ഓളം ആളുകൾ ഒരു വർഷം കൊണ്ട് ഹാപ്പി പാർക്കിന്റെ എന്താ പറയുക ഫിസിക്കൽ പ്രോഗ്രാമിൽ ശാരീരികമായി അറ്റൻഡ് ചെയ്തു? 2025 മാത്രം 24 വേറെയുണ്ട്, 23 വേറെയുണ്ട്. എന്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്കും അതായിക്കൂടാ? മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഈ പറയപ്പെട്ട രൂപത്തിൽ ശാന്തമാവുക. അപ്പൊ സമൃദ്ധിയും പണവും ഒക്കെ നമ്മുടെ അടിമകളായിട്ട് മാറും. അതിന്റെ പിന്നാലെ പോവേണ്ടി വരില്ല. പണം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും. നമുക്കൊരു പർപ്പസും നമുക്ക് ജീവിതത്തിൽ കൃത്യമായ ഒരു ഗോളും ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ പണവും സമൃദ്ധിയും ആളുകളെല്ലാം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ ഇങ്ങോട്ട് വരും. അത് തിരക്ക് കൂട്ടണ്ട, ഹെറിബറി പിടിക്കണ്ട. സാറേ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഒരു ചെടി അങ്ങ് നട്ടിട്ട് നമ്മൾ ഇങ്ങനെ അസ്വസ്ഥമാവാൻ, ഇതെങ്ങനെ വലുതാവുക, ഇത് അതിന്റെ ആവശ്യമില്ല. അത് നട്ടാൽ മതി. എന്നിട്ട് അതിന് വെള്ളവും കുറച്ചു കാലം ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ നാമ്പൂതി കഴിഞ്ഞാൽ അത് അടിയിലോട്ട് പോയി അത് തന്നെ അത് വലിച്ചെടുത്തുകൊള്ളും. അതിന് കുറച്ച് സമയം എടുക്കണം. തിരക്ക് കൂട്ടരുത്. മനസ്സിലായില്ലേ? പണത്തെയും സമൃദ്ധിയും ഒക്കെ നമ്മുടെ അടിമകളാക്കണം. അതിന് പിന്നാലെ പോവല്ല വേണ്ടത്. അതുകൊണ്ട് അധികം ആൾക്കാരുടെയും പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, അവർക്ക് ഈ റിച്ച്നെസ് നഷ്ടപ്പെടുവാനുള്ള കാരണം അവരുടെ അന്ധകാരമാകുന്നു. ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചു, എന്ത് അങ്ങനെയൊന്നും പണം കിട്ടൂല, പണക്കാരൊക്കെ മോശമാകുന്നു, ജീവിതം എന്ന് പറഞ്ഞാൽ അത് അതികഠിനമാകുന്നു. ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് എന്നതിന് ഒരു പ്രസക്തിയുമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു എന്നതിലാണ് കാര്യം. ഇന്ന് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പണവുമില്ല എങ്കിലും, ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗതിയുമില്ല എങ്കിലും അതിനൊരു കാര്യമില്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എനർജിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അനന്തരഫലമാകുന്നു. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് മാറുവാൻ അവസരമുണ്ട്. ക്യാൻ യു ബിലീവ് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് മാറുവാൻ അവസരമുണ്ട്. ക്യാൻ യു ബിലീവ് മീ? പ്ലീസ് ടാഗ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് മാറുവാൻ അവസരമുണ്ട്. ഈ നിമിഷം മുതൽ. മനസ്സിലായില്ലേ? കാരണം ഇന്നത്തെ നിങ്ങളുടെ പോക്കറ്റിലെ പണമോ നിങ്ങളുടെ ജീവിത സാഹചര്യമോ ഇതൊന്നുമല്ല കാര്യം. ഈ നിമിഷം മുതൽ നിങ്ങൾ മനസ്സിന് ഏത് രൂപത്തിൽ റീഅറേഞ്ച് ചെയ്യുവാൻ തയ്യാറാണോ അവിടെയാണ് കാര്യം. സാറേ, അതിനും ഞാൻ തയ്യാറല്ല. ഞാൻ ഇങ്ങനെ ഈ പാപമായി പോകുന്നവർക്ക് കഠിനമായ ശിക്ഷ കിട്ടും. ചില ആൾക്കാരുണ്ട്, സാറേ ഞാൻ ഒന്നുമില്ല. എല്ലാവരും ടൈപ്പ് ചെയ്തേ മഴ, എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. കുറെ ആൾക്കാരുണ്ട്, ഞാൻ ആരോടും ഒന്നിനുമില്ല, ഞാനൊരു പാവമാണ്. അത്രയും ഒരു ദ്രോഹം ആ മനുഷ്യൻ ലോകത്തിന് ചെയ്യുന്നില്ല. ഏറ്റവും വലിയ ദ്രോഹമാകുന്നത് നിങ്ങൾ ഈ പാവമായിട്ട് ആരോടും ഒന്നും ചെയ്യാതെ ഇങ്ങനെ മൂലയിൽ നിൽക്കാൻ എന്തിനാണ് ഇത്രയും സംവിധാനമുള്ള ഈ ലോകത്തേക്ക് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവ് നിങ്ങൾ അയച്ചത്? മൂലയിൽ ഒരു ഉപ്പുംചാക്ക് പോലെ ഇരിക്കാനോ? അതിനല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വെച്ചത്. ഈ ആകാശവും ഭൂമിയും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, പഠിച്ചുകൊണ്ട്, മനസ്സ് സ്വസ്ഥമാക്കിക്കൊണ്ട്, ഈ ലോകത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാതെ
ചില ആൾക്കാർ ഞാനും എൻ്റെ കുട്ടികളും അത് തന്നെ വലിയ പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഈ നിമിഷം മുതൽ ഏത് മാറ്റം കൊണ്ടുവരുന്നു എന്നതിലാണ് കാര്യം. എനിക്ക് കോടികൾ ബാധ്യതയുണ്ട്, അതിൽ കാര്യമില്ല. എന്റെ പോക്കറ്റിൽ നയാ പൈസയിൽ, അതിലും കാര്യമില്ല. ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഏത് രൂപത്തിൽ ചിന്തകൾ മാറ്റുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ, അതിലാണ് കാര്യം. നേരത്തെ നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചു പോയ ആ ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിന്റെ ഫലമായിട്ട് അത് കിട്ടിയത്. റൂട്ട് മാറ്റിയാൽ എല്ലാം തിരിഞ്ഞു വരും. മനസ്സിലായില്ലേ? ചില ആൾക്കാരുണ്ട്, ഒരു ബെഗ്ഗറെ പോലെ എന്തെങ്കിലും ബാധ്യതയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ യാചിക്കും. രാവും പകലും പോയിട്ട് ദൈവത്തോട് യാചിക്കും, ഇല്ലായ്മയും വല്ലായ്മയും പറയും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടു. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, എങ്ങനെയുണ്ട് ചോദിച്ചു. ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു, ഉഷാറായിട്ട് പോകുന്നു. കടമുണ്ട് കേട്ടോ കൂട്ടത്തിൽ എന്നോട് ചേർത്തിട്ട് പറഞ്ഞു. ജീവിതമൊക്കെ ഉഷാറായി പോകുന്നു. അതിൻ്റെ ഒരു വാല് ചേർത്തുകൊണ്ട് പറഞ്ഞു, കടമുണ്ട് കേട്ടോ. അപ്പോ ഞാൻ പറയുന്നത്, ഇല്ലായ്മയും വല്ലായ്മയും, യാചകനായിട്ടുള്ള മനസ്സ്, അങ്ങനെയുള്ള ഒരു മനസ്സ് എപ്പോഴും അലഞ്ഞു തിരിയാൻ വേണ്ടി എന്തെങ്കിലും സ്പേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെപ്പോഴും ഭയപ്പെടുവാനുള്ള എന്തെങ്കിലും ഒരു 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 സംഭവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെപ്പോഴും ഇല്ലായ്മയും ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെക്കാളും വലിയ ഒരാളാവാൻ പോകേണ്ടതില്ല. നമ്മൾ ആരെയും പരാജയപ്പെടുത്താൻ പോകേണ്ടതില്ല. നമ്മൾ നമ്മളായി ഉറച്ചു നിന്നാൽ മതി. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയുണ്ട്, മത്സര ബുദ്ധി. അതിനൊന്നും ആവശ്യമില്ല. അഥവാ അവന്റെ മകന് ഫസ്റ്റ് റാങ്ക് കിട്ടി, എന്റെ മകന് സെക്കൻഡ് ആവുമ്പോ എനിക്ക് എങ്ങനെ നാട്ടിലിറങ്ങും? ഇവരെയൊക്കെ എന്താ അപ്പൊ ചെയ്യാം? നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് റാങ്കോ മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാകുന്നുവോ, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വയം ഒരാൾക്ക് എത്രത്തോളം ശാന്തി നിൽക്കുവാൻ സാധിക്കുന്നുവോ, അതാണ് അയാളെ ശക്തി. ആരും ഒന്നും പെണ്ണ് കൊണ്ടുപോയില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഈ റെസ്റ്റ്ലെസ്സിന് ഇങ്ങനെ ഓടുമ്പോ, മത്സരത്തിന് വേണ്ടി ഓടുമ്പോ, ഇല്ലായ്മയും വല്ലായ്മയും ബഗ്ഗിങ്ങും, അതുകൊണ്ട് ആ ദൈവത്തോട് യാചിക്കരുത് എന്നൊക്കെ പറയാൻ കാരണം, ഈ യാചന നടത്തുമ്പം എൻ്റെ കയ്യിൽ ഇപ്പം അതൊന്നും ഇല്ല ഇല്ല ഇല്ല, ഇതാണ് യൂണിവേഴ്സിലോട്ട് പോകുന്നത്. ഇത് നിങ്ങൾ ഈ യാചിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? മനസ്സിലായില്ലേ? അപ്പോ ഈ രൂപത്തിൽ പോകും മനസ്സ് റെസ്റ്റ്ലെസ് ആവുന്നു. റെസ്റ്റ്ലെസ്സും ഹറീനെസ്സും അത് പിരിമുറുക്കത്തെ ഉണ്ടാക്കുന്നു. ഈ പിരിമുറുക്കം നമ്മൾക്ക് സമൃദ്ധി വരുന്നത് നമ്മളെ തടയുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഭയത്തിന്റെ പുറത്താണ്. ഭയത്തിന് രക്ഷപ്പെടണം. ഒരിക്കലും ആനന്ദത്തിന് വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ ആവില്ല ചെയ്യുക. ഉത്കണ്ഠയുണ്ട്, അത് രക്ഷപ്പെടാൻ വേണ്ടിയാ ചെയ്യുക. അപ്പൊ ഉത്കണ്ഠക്ക് വേണ്ടിയും ഭയത്തിന് വേണ്ടിയാ പണിയെടുക്കുന്നത്. നമ്മുടെ ദൈവം തന്നെ ഉത്കണ്ഠയും ഭയവുമാകുന്നു. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആർ യു വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? വളരെ ഗൗരവമുള്ള കാര്യമല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആർ യു വിത്ത് മീ? അതുകൊണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും, നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടൈപ്പ് ചെയ്ത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ സമയത്തും ഇല്ലായ്മയും വല്ലായ്മയും മത്സരവും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഭയവും അതുപോലെ തന്നെ ആശങ്കയുമായിട്ട് ഉള്ള മനസ്സുമായിട്ട് നടക്കരുത്. ഇത് നമ്മുടെ ശരീരത്തെ എപ്പോഴും ടൈറ്റ് ആക്കും, എപ്പോഴും ഒരു പിരിമുറുക്കും. ഇതാണ് രോഗങ്ങളായിട്ട് വരുന്നത്. മനസ്സിനെപ്പോഴും കാഠിന്യമുള്ളതാക്കി മാറ്റും. മാത്രമല്ല, ഇത് സമൃദ്ധിയുടെ ഡോറ്, നമ്മിലോട്ട് സമൃദ്ധി വരുന്നതിന് ഇത് തടയുകയും ചെയ്യും. എത്ര ഗൗരവമുള്ള ക്രൂരമായ കാര്യമാകുന്നു ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തോട് ചെയ്യുന്നത്. അയാൾക്ക് മാത്രമല്ലല്ലോ, അയാൾ ഈ രൂപത്തിൽ ടെൻഷൻ അടിച്ചു പോകുമ്പോൾ അയാൾക്ക് മാത്രമല്ല, അയാളുടെ കുടുംബത്തിന് പ്രശ്നം, ഗവൺമെന്റിന് പ്രശ്നം, നാട്ടുകാർക്ക് പ്രശ്നം. മനസ്സിലായില്ലേ? ഒരിക്കലും ഈ സമൃദ്ധി ഈ തിരക്ക് പിടിച്ചോടുന്നവനോ ഈ ടെൻഷൻ അടിക്കുന്നവനോ കിട്ടില്ല. അത് കിട്ടുന്നത് കംഫർട്ടബിൾ ആയ ഒരുത്തനാകുന്നു. അത് ഞാൻ 10,000 വട്ടം ഞാൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ ട്രഷറിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമൃദ്ധി കിട്ടാൻ കാരണം.
ഒന്ന് ടൈപ്പ് ചെയ്തേ. ട്രഷറിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരും, ഇതിൽ കേൾക്കുന്ന എത്ര ആൾക്കാരുണ്ടോ അവരൊന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ പറയുന്നത് സത്യമല്ലേ? നിങ്ങളുടെ പാദങ്ങൾ നില തുറച്ചില്ലയോ? അതുപോലെ തന്നെ മനസ്സ് ശാന്തമായില്ലേ? മനസ്സ് സ്വസ്ഥമായില്ലേ? ഇതുവരെ ലഭിക്കാത്ത, ഇതുവരെ മനസ്സിലാക്കാത്ത ഒരുപാട് രഹസ്യാത്മകമായ അറിവുകളിലൂടെ ആഴത്തിൽ മുങ്ങിക്കുളിച്ചപ്പോൾ, നമ്മുടെ അന്തരാത്മാവ് ഉണർന്നപ്പോൾ, ഒരിക്കലും പരിഹരിക്കുവാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താണ് എന്ന് അനുഭവിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചില്ലേ? പ്ലീസ് ടൈപ്പ്. അതാണ് സത്യം. അതാകുന്നു സത്യം. ഹെറി പിടിച്ച് നടക്കരുത്. ഈ അധികം ആളുകളും ഹെറി ബെറിന്റെ ആൾക്കാരാണ്. ട്രഷറൊക്കെ പകുതിയാകുമ്പോഴേക്കും അവരുടെ എല്ലാ കാര്യം തീരുമാനമായി. പിന്നെ അവർ ഒരു റിച്ച് മനസ്സിലോട്ട് പോയി. റിച്ച് മനസ്സിൽ നിന്നും ഉയർന്നു പോകുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് ഡൗൺലോഡ് ചെയ്യുവാനും. മുഖം കാണുമ്പോൾ തന്നെ എന്തൊരു പ്രസരിപ്പാന്നറിയാം. അതിന് കാരണം പ്രപഞ്ച നിയമത്തിനൊരു തെറ്റുമില്ല. തിരക്ക് പിടിച്ചു ഓടരുത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകരുത്. എത്രത്തോളം നിങ്ങൾ റിലാക്സ് ആകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ തുറന്നു കിട്ടും. എത്രത്തോളം നിങ്ങൾ റിലാക്സ് ആകുന്നോ അത്രത്തോളം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടും. മനസ്സിലായില്ലേ? എത്രത്തോളം ടെൻഷൻ ആവുന്നു അത്രത്തോളം സമൃദ്ധിയായിരുന്നു വിട്ടുപോകും. നമ്മൾ പഠിച്ചത് അതല്ല. നമ്മൾ പഠിച്ചത് കഠിനമായി അധ്വാനിക്കണം, ടെൻഷൻ അടിക്കണം. എന്തുവാ നിങ്ങൾ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ സാലറി ഉണ്ടായിട്ടും, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനേക്കാളും താഴ്ന്ന രീതിയിൽ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട്, കാറുണ്ട്, ഓടിയുണ്ട്, പോർച്ചിന് കാറുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ യാത്ര പോയിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളെ കൂടി. അപ്പൊ ഞാൻ പല കോടീശ്വരന്മാരെ വീട്ടിൽ വന്ന് പോയിരുന്നു. കുറെ മുമ്പാണിത്, കൊറോണക്കൊക്കെ മുമ്പാ. ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നേർക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ. ശരിക്കും ഉറങ്ങിയിട്ട് കുറെ നാളുകളായി. വിദൂരതയിലോട്ട് കണ്ണും നട്ട് ഇരിക്കുന്ന കുറെ ആളുകൾ, നെടുവീർപ്പോടുകൂടി ജീവിക്കുന്ന ആളുകൾ. ഇതൊന്നും പാവപ്പെട്ടവന്റെ വീട്ടിലല്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു സത്യം തിരിച്ചറിയാത്തതാകുന്നു. നിങ്ങൾ ഈ കഠിനമായി അധ്വാനിക്കുന്നവരാണ് കോടീശ്വരന്മാര് എന്നൊക്കെ നിങ്ങൾ പറയുന്നുവെങ്കിൽ, എത്ര ആളുകളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മരമെടുക്കാൻ വേണ്ടി പോകുന്നവരും അതികഠിനമായിട്ട് അവർ കോടീശ്വരന്മാരാവണ്ടേ? അവരിന്നും അതേ രൂപത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ ശാന്തരാവുക. ഭയം ഒരു വിഷമാകുന്നു, ടെൻഷൻ വിഷമാകുന്നു. ഭയവും ടെൻഷനും ഒരു വിഷമാകുന്നു. ഈ വിഷം നമ്മളെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തും. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക. മനസ്സിലായില്ലേ? ഒരിക്കലും ഈ കഠിനമായി അധ്വാനിക്കുന്നത് കൊണ്ടോ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടോ, ഇപ്പൊ പല രാജ്യങ്ങളും കണ്ടില്ലേ, ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നു. ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എന്നും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ആ സ്ട്രഗിൾനെസ് കൂടും എന്നതല്ലാതെ അത് ഔട്ട് ഓഫ് ലോ ആകുന്നു, നിയമത്തിന് എതിരാകുന്നു, വിരുദ്ധമാകുന്നു. മനസ്സിലായി? എത്രയോ രാജ്യങ്ങൾ ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പല ആളുകളും ഈ സ്ട്രഗിളും ടെൻഷനും ആൻസൈറ്റിയും ഭയവും ഒക്കെ മനസ്സ് നിറച്ച് അതിന്റെ അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ദൈവമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയും. എവിടെ ശരിയാവാൻ? ദിനം പ്രതി ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു വർഷം ഹാപ്പി പാർക്കിന്റെ കൂടെ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോ എന്തിനാ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു വർഷമെങ്കിലും ഹാപ്പി പാർക്കിന്റെ കൂടെ, ഇതുപോലൊരു പ്ലാറ്റ്ഫോമിന്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ട്രഷർ മണി മൈൻഡ് സെറ്റ് ട്രഷർ കോഴ്സ് ഈ മാസം 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. മണി മൈൻഡ് സെറ്റ് ഈ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു. മണി മൈൻഡ് സെറ്റിലാണ് ആദ്യം പങ്കെടുക്കേണ്ടത്. അതിൽ പങ്കെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സമാധാനത്തോട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് അടങ്ങുന്നുണ്ടോ?
നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഞാനിപ്പോ ഈ പറഞ്ഞതെല്ലാം പ്രപഞ്ച നിയമങ്ങളാകുന്നു. ഇതിൽ അധിഷ്ഠിതമായിട്ടാണ് കുറെ ക്ലാസ് കേൾക്കുക മാത്രമല്ല, കുറെ ക്ലാസ്സുകൾ കേൾക്കുക എന്നതുകൊണ്ട് മാത്രം ഒരാൾ നന്നാവില്ല. ക്ലാസ് കുറെ കേൾക്കുന്നതുകൊണ്ട് കാര്യമില്ല, ചില അനുഭവങ്ങൾ. കാരണം നമ്മൾ കേൾക്കുന്നത് പലതും മറന്നുപോകും, നമ്മൾ കാണുന്ന പലതും മറന്നുപോകും. പക്ഷെ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതങ്ങനെ മറന്നു പോവില്ല. ഇതാകുന്നു ട്രഷറും, ഇതാകുന്നു മണി മൈൻഡ് സെറ്റും, ഇതാകുന്നു EFTയും, ഇതാകുന്നു ഹാപ്പി പാർക്ക് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ അവസാനിപ്പിക്കുകയാകുന്നു. നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അങ്ങനെ ഓടി ഓടി അവസാനം നമ്മൾ ടയേർഡാകും. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു തരം കയ്പ്, ഒരു തരം ഇല്ലായ്മ, ഒരു തരം പ്രശ്നം, ഒരു തരം ദുരന്തം, ഒരു തരം എരിവ്, പുളിവ്, ഇത് തന്നെ എല്ലാ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പുഴയിൽ വെള്ളമുണ്ട്, നിറച്ചു വെള്ളമുണ്ട്. ഇതിലൊരു ചെങ്ങാതി ഇതിൽ നിന്നൊരു സ്പൂൺ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറിയ മഗ്ഗിലാക്കിയിട്ട് കഴിക്കുക. വീണ്ടും 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 പുഴയിൽ പോയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറിയ, ഇതാണ് മനുഷ്യൻ ചെയ്യുന്നത്. നിങ്ങൾക്കിതാ ഈ സമയം തന്നെ വേണ്ടുവോളം എടുത്ത് കുടിക്കുവാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ അറിവില്ല, തിരിച്ചറിവില്ല. അതുകൊണ്ട് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ക്യാമ്പയിൻ, അതായത് 2025 ഹാപ്പി പാർക്കിന്റെ കൂടെ, 26 ഹാപ്പി പാർക്കിന്റെ കൂടെ ഒരു വർഷം എന്ന ഈ ക്യാമ്പിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഇതൊക്കെ കേട്ടിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും സാറ് പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സാറിന് മനസ്സിലാവില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അവസ്ഥക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഈ ഒരു അവസ്ഥക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഒന്നിന്റെ പിന്നാലെയും പോകണ്ട. എന്തിന്റെ പിന്നാലെ പോയാലും അത് ഓടിപ്പോവും. പണത്തിന്റെ പിന്നാലെ പോയാലും ഓടിപ്പോവും, പെണ്ണിന്റെ പിന്നാലെ പോയാലും അത് നഷ്ടപ്പെട്ടു പോവും. എല്ലാം ഇങ്ങോട്ട് വരണം. അതിനുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ യുദ്ധം ചെയ്യല്ല വേണ്ടത്, അനുവദിച്ചു കൊടുക്കുക. അതുകൊണ്ട് ശാന്തമായി, അതുകൊണ്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക, കഠിനമായി സ്ട്രഗിൾ അനുഭവിക്കാതിരിക്കുക, മനസ്സിനെ സ്വസ്ഥമാക്കി നിർത്തുക. ഇതിനേക്കാൾ വലിയൊരു പ്രപഞ്ച സത്യം മറ്റൊന്നില്ല. വേറെ ഒരു ഗുരുവിനും നിങ്ങളെ ഉള്ളു നന്നാക്കാനല്ല കഴിയുക, നിങ്ങൾക്ക് നിങ്ങളെ ലീഡ് ചെയ്യാനേ പറ്റൂ. ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കൂടെ പോയി എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോളന്നില്ല. ഗുരു രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെട്ടോളന്നില്ല. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഈ പറയുന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെത്തണം. അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടുവാനുള്ള വഴിയുള്ളൂ. വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ സഹോദരന്മാരെ, മുഴുവൻ ആളുകളും ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുക. ഒരു വർഷമെങ്കിലും ഇതിലെ പങ്കാളികളാവുക എന്ന് മാത്രമാണ് പറയുന്നത്. അതുപോലെ ട്രഷർ കോഴ്സ് ഈ മാസം 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രഷർ കോഴ്സ് നമ്മൾ ചെയ്യുന്ന ഏക കാര്യം പ്രപഞ്ച നിയമത്തിൽ ചേർത്ത് നിർത്തുക. അങ്ങ് നിർത്തിയാൽ മതി. പിന്നെ അവരുടെ കാര്യം അങ്ങ് ഏറ്റെടുത്തു പൊക്കോളും. അവര് അറിയാതെ സമൃദ്ധമായ ജീവിതത്തോട് പൊക്കോളും. സോ മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? പ്ലീസ് ടൈം ഒന്ന് സംസാരിച്ചു. വളരെ ക്ലിയർ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? വളരെ ഭംഗിയായിരുന്നു. എന്തെങ്കിലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എല്ലാവരും കേൾക്കേണ്ടതായ കാര്യങ്ങളാണ്. താങ്ക് യു സർ. ശരി, അപ്പോ ഒരൊറ്റ കാര്യം. ഓക്കെ, ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്കണം. ആവർത്തിച്ച് കേൾക്കണം. മനസ്സിലടക്കി നിർത്തുക. ശബ്ദം കേൾക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും പങ്കെടുക്കും സാർ. താങ്ക് യു സാർ. ഇതിനപ്പുറം ഒന്നും പറയാനൊന്നും പങ്കെടുക്കാം സാർ, തീർച്ചയായും. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഏറ്റവും പരമമായ സത്യമാണ് ഞാൻ വിളിച്ചു പറഞ്ഞു. കാതുള്ളവർ കേൾക്കട്ടെ. മനസ്സിലായോ?
താങ്ക് യു സാർ താങ്ക് യു എന്നിട്ട് ഓട്ടം ഒന്ന് നിർത്തട്ടെ, താങ്ക് യു. മത്സരം നിർത്തട്ടെ. താങ്ക് യു സാർ താങ്ക് യു ശരി, വളരെ സന്തോഷം. അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ പറയാനുള്ള മറ്റൊരു കാര്യം, പുതിയ ആൾക്കാരൊക്കെ ഈ അനുഭവത്തിലോട്ട്, അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സമാധാനത്തിലോട്ട്, ശാന്തിയിലോട്ട്, പണം ഒഴുകി വരുന്ന അവസ്ഥയിലോട്ട് മാറാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച മണി മൈൻഡ് സെറ്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര ആളുകൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തേ. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ടൈപ്പ് ചെയ്തേ. മീൻ ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സാർ, അതുകൊണ്ട് ഞാൻ എന്തായാലും പങ്കെടുക്കും. ഓക്കെ സാർ. Very good. അപ്പൊ ഒരു വർഷം ആരും വിട്ടുപോകരുത്. ഒരു വർഷം ഹാപ്പി പാർക്കിന് കൂടെയുള്ള ക്യാമ്പയിനിൽ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, കുറച്ച് കഴിഞ്ഞാൽ തോന്നുകയാണ് ഇത് നിർത്തിപ്പോണം. അപ്പൊ തിരിച്ചറിയുക, പിന്നെ നിങ്ങൾ പഴയതിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. പഴയതോട് തിരിച്ചു പോകരുത്. ഒരു വർഷം ഹാപ്പി പാർക്കിന് കൂടെ ഈ ക്യാമ്പയിൻ എല്ലാവരും ഉണ്ടാവും. ശരി, ഒരുപാട് ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒന്ന് പങ്കെടുത്തു നോക്കും, മനസ്സിലായത്? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ട്രഷറിൽ പങ്കെടുക്കുന്നവരൊന്ന് ടൈപ്പ് ചെയ്തേ. യെസ് ടൈപ്പ് ചെയ്താൽ മതി, ട്രഷർ. അത് ഇന്ന് തന്നെ നിങ്ങൾ ട്രഷറിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് പങ്കെടുക്കും. ഓക്കെ സാർ. ടൈപ്പ് ചെയ്യും. ജീവിതത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം ആദ്യം, എന്നിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങണം നമുക്ക്. സർ, EFT ഡിസംബറിലുണ്ടോ? EFT നിങ്ങൾ ട്രഷറിൽ വരുന്നില്ലേ പുരുഷൻ സാർ? ആ ഉണ്ട്. ഞാൻ EFTക്ക് ശേഷം ചെയ്താൽ മതിയോ എന്ന് ആലോചിക്കുന്നത്. EFT ട്രഷറിന്റെ കൂടെ ഉള്ളതാണ് സാർ. അത് ആ, വേറെ ആ. ജനുവരി കേട്ടോ. EFT കഴിഞ്ഞ ശേഷം ട്രഷർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ലേ? ട്രഷറും EFTയും ഒന്നായിട്ട്, അതായത് ട്രഷറിൽ ഉള്ള ഒരു കോഴ്സാണ് EFT. അത് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നേ ഉള്ളൂ. ആ, ഓക്കെ സാർ. ട്രഷറും EFTയും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം വരിക. ആ, ഓക്കെ സാർ, ഓക്കെ സാർ. EFTയും കൂടി ഒരുമിച്ച് വരുമ്പം അയാൾക്ക് ഈ പറഞ്ഞ അവസ്ഥയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ട്രഷറിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ചോദിച്ചു നോക്കൂ, ഞാൻ ഈ പറയുന്നത് പച്ചയായ സത്യമല്ലേ, അവർ അനുഭവിക്കുന്ന കാര്യമല്ലേ എന്ന്. ഇപ്പൊ പുതിയ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച്, ഞാൻ ഈ പറയുന്നത് സത്യമല്ലേ, പച്ചയായ സത്യമല്ലേ? അതിന് 6 മാസം, ഇപ്പൊ 7 മാസത്തോട് മാറ്റിയിട്ടുണ്ട് കോഴ്സ്. അത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, അയാൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും പോസിറ്റീവായ തീരുമാനമാണ് ട്രഷറിൽ ജോയിൻ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം. അയാൾക്ക് ജീവിതത്തിന് അർത്ഥം മനസ്സിലാവും, പൊരുൾ മനസ്സിലാവും. അയാൾ വെച്ചടി ഉയർന്നു പോകും. ഒരാൾ സംസാരിച്ച്, പുതിയ ബാച്ചിലുള്ള ഒരാൾ ഞാൻ ഈ പറയുന്നത് സത്യമല്ലേ? സാറേ നമസ്കാരം സാറേ, രാജേന്ദ്രൻ സാറേ. പറയൂ സാർ, പറയൂ. തീർച്ചയായിട്ടും സാറേ, പുതിയൊരു രൂപവാക്കി തന്നെ മാറ്റുവാണ്. പുതിയൊരു രൂപവാക്കി വെച്ചാൽ പുതുതായിട്ട് വാർത്തെടുത്തിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ സാറ് തരുന്ന അറിവിലൂടെ നമ്മളെ കർമ്മത്തിൽ എത്തിക്കുമ്പോഴത്തേക്ക് നല്ല അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ഭയങ്കരമായ ആത്മസുഖവും ആത്മശാന്തിയും പരമാവധി സന്തോഷവും എല്ലാം ആനന്ദവും അനുഭവിക്കുന്നുണ്ട് സാർ. തീർച്ചയായിട്ടും സാറിനും ഹാപ്പി പാർക്കിനും വെരി താങ്ക് യു വെരി മച്ച്. നമ്മുടെ രാജേന്ദ്രൻ സാറ് പിന്നെ ട്രഷർ ബാച്ച് 5-ലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി 6-ൽ ചേർന്ന ആളാണ്. ഡെഡിക്കേറ്റ് ആയിട്ട് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരാൾക്കും റിസൾട്ട് ഇല്ലാതെ പോവില്ല. കാരണം അതിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, ട്രഷറിൽ പഠിപ്പിക്കുന്ന കണ്ടന്റ്, രാജേന്ദ്ര സാർ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ആവുന്നു. അതിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ സാർ എവിടെന്നെങ്കിലും കേൾക്കുകയോ ഒരുപക്ഷെ എവിടെന്നെങ്കിലും മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാർ പകുതിയായിട്ടുള്ളൂ, പകുതി കഴിയണം, അപ്പോഴാണ് അതിന്റെ ഡീപ്പിലോട്ട് പോവുക. ഇതുവരെ കേട്ടതിനൊന്നും അതിന്റെ കണ്ടന്റിനെ കുറിച്ച് എന്ത് പറയുന്നു സാർ? സാറ് പരമാർത്ഥം ജ്ഞാനപ്രകാശമാണല്ലോ സാർ. അതായത് ആത്മബോധത്തിന്റെ ഏറ്റവും ആന്തരികമാകുന്ന അടിത്തട്ടിൽ നിന്നും വാർത്തെടുത്ത ഊർത്തിയെടുത്ത സാറ് കടഞ്ഞെടുത്ത ജ്ഞാനമാണ് സാർ. അതാണ് അതിന്റെ വെരി ഗുഡ്. അതാണ് സാറ് പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. നോളജ് എന്ന് പറഞ്ഞാൽ അത് പ്രകാശമാകുന്നു. അതിന്റെ അതിന്റെ ഓരോന്നും ഒരു മാന്ത്രികമാകുന്നു. അതെല്ലാവരും ഒന്ന് അനുഭവിക്കണം. മരിക്കുന്നതിന് മുമ്പ് എല്ലാവരും അതൊന്ന് അനുഭവിക്കണം. എന്നിട്ടേ മരിച്ചു പോകണം.
മനസ്സിലായി. ഇനി ഒരാളോട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞ ശരിയല്ലേ, ഈ പറഞ്ഞ പോലെയല്ലേ, ഇപ്പൊ രാജേന്ദ്രൻ സാറ് പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഒന്നും ഭയപ്പെടേണ്ടതില്ല. എല്ലാം നമ്മെ തേടി ഇങ്ങോട്ട് വരും. നമ്മൾ ഇന്റേണൽ ഹാർമണിയിലോട്ട് പോകുമ്പോൾ ഒരാളോട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞ ശരിയല്ലേ. ഹലോ ട്രഷറിൽ പങ്കെടുത്ത ഒരാൾ. ഗുഡ് മോർണിംഗ്, ശ്രീജയാണ്. ആ. വിശ്വസിക്കാൻ പറ്റാത്ത പോലെ മാറ്റങ്ങൾ. എനിക്ക് ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഇത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. അതുപോലെ മാറ്റങ്ങൾ വളരെയധികം എല്ലാ തരത്തിലും, ശാരീരികം, മാനസികം, സാമൂഹ്യപരം, സാമ്പത്തികം, കുടുംബ ബന്ധങ്ങൾ, എല്ലാത്തിലും മാറ്റങ്ങൾ. വളരെ സന്തോഷമാണ് സാർ. എല്ലാവരും ഇതറിയാൻ, എല്ലാവരെയും ഞാൻ ഇതിലേക്ക്, ഈ ഒരു അറിവിലേക്ക് ക്ഷണിക്കുന്നു. ഇതെല്ലാം നിങ്ങളെല്ലാം നേടണമെന്ന് ഞാൻ എല്ലാവരോടും, ഇപ്പൊ ഈ സൂമിലുള്ള എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും വന്ന് സന്തോഷം എന്തെന്ന് അനുഭവിക്കണം, സാമ്പത്തികം വരുന്നത് അനുഭവിക്കണം. നമ്മൾ പോലും അറിയാതെ സാമ്പത്തികം നമ്മളിലേക്ക് വരുന്നത്, വരുമാനം വർദ്ധിക്കുന്നത്, ഉള്ള വരുമാനത്തിൽ എങ്ങനെയെങ്കിലും തിങ്ങി ഞെരുങ്ങി പോകാം എന്ന് വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതെല്ലാം മാറി സാമ്പത്തിക വരുമാനം വർദ്ധിക്കും. ഇത് നല്ല ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ഞാൻ പറയുന്ന വാക്കുകളാണ്. ഞാൻ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെ ഒരു അത്ഭുത ഇത് വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിപ്പോ ഇത് പറഞ്ഞില്ലെങ്കിൽ, ഞാൻ എപ്പോഴും ഇടക്കിടയ്ക്ക് വന്ന് സംസാരിക്കുന്ന ആളാണെങ്കിലും എന്റെ മനസ്സിങ്ങനെ എപ്പോഴും പറയാനായിട്ട് തുടിച്ചോണ്ടിരിക്കുകയാണെങ്കിലും മറ്റുള്ളവർ സംസാരിച്ചോട്ടെന്ന് ഓർത്ത് ഞാൻ മാറി നിൽക്കുന്നതാണ്. പക്ഷെ അത്ഭുതമായ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ. എല്ലാവരും രക്ഷപ്പെട്ടിരിക്കും. ഓക്കെ, വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി, ഇനി ആരൊക്കെ ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? എത്ര മാസം കൊണ്ട് മാറ്റം ഫീൽ ചെയ്യുമെന്നാണ് ഒരാൾ ചോദിക്കുന്നത്. എത്ര മാസം കൊണ്ട് ഫീൽ ചെയ്യുന്നു? ഉടനെ ഫീൽ ചെയ്യും. മാറ്റം മാസങ്ങളൊന്നും വേണ്ട. നിങ്ങൾ EFT, നിങ്ങൾ ട്രഷറിൽ പങ്കെടുത്ത് ട്രഷർ തുടങ്ങിയ ആ നിമിഷം മുതൽ മാറ്റം തുടങ്ങി. സാർ സത്യം, ഞാൻ 2 മാസമായിട്ടുള്ളൂ സാർ ട്രഷറിൽ. ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ ഒരു സെക്ഷനായി പോലും പങ്കെടുക്കുന്നില്ല. 2 മാസമായിട്ടുള്ളൂ ഞാൻ ട്രഷറിൽ. ഈ 2 മാസം കൊണ്ട് ഞാൻ 2 വർഷത്തേക്ക് എഴുതിയ എന്റെ ഗോൾ വരെ അച്ചീവ് ആയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് 2027 ഉള്ള ഒരു ഗോൾ ഇന്നലെ നേടിയില്ല. ബിജു അബ്രഹാം ലണ്ടനിൽ നിന്നും ഒരു കാർ വാങ്ങിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നില്ലേ? 6ാമത്തെ ബാച്ചില് ബിജു അബ്രഹാം ഇത് കേൾക്കുന്നുണ്ട്. അവർ ലണ്ടനിലാണ്, UK ബിന്ദു അബ്രഹാം മാഡം. ബിന്ദു അബ്രഹാം ഇതിലുണ്ടോ? ശരി, അപ്പോ വളരെ സന്തോഷം. മുഴുവൻ ആളുകളും ഇതൊക്കെ ഒന്ന് അനുഭവിക്കുക. ഇതാണ് സത്യം, ഇതാണ് ലോകം. നമുക്ക് മനുഷ്യരെ എന്തിൻ്റെങ്കിലും പേരിൽ, മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ വേർതിരിച്ച് കണ്ട് അസ്വസ്ഥമായി ഇങ്ങനെ ഓടുന്ന ആൾക്കാർ, ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവർ മനസ്സിൽ എപ്പോഴും അവരുടെ ഉള്ളിൽ അഴുക്കുകളായിരിക്കും ഉണ്ടാവും. അഴുക്കുകളും കുറെ ആണികളും ഉണ്ടാവും, മുള്ളാണികളും ഉണ്ടാവും. അത് അവരങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതിന്റെ രക്തം വരുമ്പോൾ അത് ഊരി കുടിച്ചുകൊണ്ടൊരു പൈശാചികമായ ജീവിതമാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എടുത്തു വെക്കുക. നമുക്ക് ആരോട് മത്സരിക്കേണ്ടതില്ല. നമ്മൾ ആരും വ്യത്യസ്തരുമല്ല. പിന്നെ ആരോടാണ് ഈ മത്സരിക്കുന്നത്? മനസ്സിലായില്ലേ? നമ്മൾ ഈ സത്യം തിരിച്ചറിയുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന, ഞാൻ പറയുന്നത്, ട്രഷർ അനുഭവിച്ച ഒരാൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ വീട് നന്നാവും, അയൽക്കാർ നന്നാവും, ആ നാട് നന്നാവും. മനസ്സിലായോ? സത്യാണ് സാറേ. ഇന്നലെ അബുദാബിയിൽ നിന്ന് ഒരാൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. ട്രഷറിന് അഭിപ്രായം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഒന്നും ആലോചിക്കാനില്ല, ഈ മാസം തന്നെ തുടങ്ങുന്നുണ്ട്, പുതിയതിലോട്ട് പോയിക്കോളൂ. കാരണം അയാൾ EFT ഒക്കെ ചെയ്ത ആളാണ്. നീ ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞു ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല, ജസ്റ്റ് വിളിക്കുക, രജിസ്റ്റർ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക എന്ന് ഞാൻ അഡ്വൈസ് ചെയ്തു ഇന്നലെ. ഒരു സംശയമില്ല. അതായത് ഈ ഒരു അവസ്ഥയിൽ മനുഷ്യനെത്തിയാൽ
എല്ലാം അയാൾ മുമ്പിലോട്ട് വരും. ഇതൊരു മാജിക് എന്ന് പറഞ്ഞുകൂടാ, ഇതാണ് പ്രപഞ്ച സത്യം. മനസ്സിലായോ? അപ്പോൾ മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശ്യാമള മേഡം എന്തോ സംസാരിച്ചു തോന്നുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാം സത്യാണെന്ന് പറഞ്ഞതാന്ന്. ആ സാർ സംസാരിച്ചത് മുഴുവനായും സത്യാന്ന് ഞാനെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ്. നമ്മളെ കുടുംബം മാത്രമല്ല, സമൂഹം എല്ലാം നന്നാകുന്നുണ്ട്. സമൂഹത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. ഏത് സംഭാഷണത്തിൽ ഏർപ്പെട്ടാലും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതെല്ലാം വലിയ സത്യം തന്നെയാണ്. അതാണ് സത്യം, പരമമായ സത്യം. നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ അടങ്ങിയ മനസ്സ് തന്നെ നമുക്ക് നമ്മളോട് ഇങ്ങോട്ട് എല്ലാരും അഭിപ്രായം ചോദിക്കുന്ന ഒരു അവസ്ഥയായി മാറി. അതാണ് സത്യം. പക്ഷേ ഈ ട്രഷറിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഹാപ്പി പാർക്കിനെ കോഴ്സ് ജോയിൻ ചെയ്യണം, എന്നിട്ട് ട്രഷറിൽ വന്നാൽ മതി എന്ന് നിർബന്ധം പിടിക്കാൻ കാരണം അതെ ട്രഷർ അത്രയും വലിയതാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു കുഞ്ഞു കോഴ്സ് 2000 രൂപയുടെ മണി മൈൻഡ് സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ EFTയോ ഓൺലൈനോ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് ഹാപ്പി പാർക്കിനെ കുറിച്ചൊരു ധാരണ കിട്ടിയതിന് ശേഷം മാത്രം ഇതിൽ വന്നാൽ മതി. എത്രയോ ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, സാറേ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിതിന് ഫീയും കാര്യവും നല്ല നോക്കുന്നത്, റിസൾട്ടാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ സാറോട് ചോദിച്ചാൽ മതി, കഴിഞ്ഞ തവണ എത്ര ആളുകളെ നമ്മൾ ട്രഷർ കോഴ്സിൽ പങ്കെടുപ്പിക്കാതെ മാറ്റിയിട്ടുണ്ട്. ചില ആൾക്കാരുണ്ട് 1 മാസം കഴിഞ്ഞാൽ വരും, സാറേ ഫുൾ പേയ്മെന്റ് തരാന്നൊക്കെ പറയും. ഈ പേയ്മെന്റ് പൈസ എന്നതല്ല, പണത്തിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പ്രപഞ്ച ബോധത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പണത്തിന് യാതൊരു പഞ്ചും ഉണ്ടാവില്ല. പണത്തിനും പഞ്ചുണ്ടാവില്ല, സമാധാനത്തിന് പഞ്ചുണ്ടാവില്ല, ഒന്നിനും ഉണ്ടാവില്ല. തെറ്റായത് ചെയ്യാണ്ടിരുന്നാൽ മതി. നമ്മൾ റിസൾട്ട് അതാണ്. ബദറുൻ സാറിനൊക്കെ അറിയാം, ഈ ഓരോ കോഴ്സിനും ഉദാഹരണമായിട്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും കോഴ്സ് ഇതിൽ പങ്കെടുക്കേണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ? എത്രയോ ആൾക്കാർ വരും, ഫീസൊക്കെ ഉണ്ട്, തരും. നമുക്ക് അങ്ങനെ ഫീസ് നമ്മൾ വാങ്ങാറില്ല. നമ്മൾ വൈറ്റ് മണി, അവർക്ക് ഗുണം കിട്ടണം. അതായത് അവരെന്ത് ചെലവഴിക്കുന്നു അതിൻ്റെ ഒരു 100 ഇരട്ടി അവർക്ക് കിട്ടണം. 1 രൂപയാണെങ്കിൽ ഒരു 10,000 രൂപയുടെ ഗുണം അവർക്ക് കിട്ടണം. അത് മതി. മനസ്സിലായില്ലേ? അതല്ലാതെ അപ്പോൾ ചോദിച്ചാൽ മതി. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ്. ബദറുൻ സാർ ഇവിടെ ഉണ്ടോ? ക്യാൻ യു ഹിയർ? കേൾക്കാമോ? നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടല്ലേ പോകുന്നത്. അതായത് ഓരോ പ്രോഗ്രാമിലും പങ്കെടുക്കേണ്ട ആൾക്കാർ മാത്രമേ പങ്കെടുപ്പിക്കൂ. 5ാമത്തെ ബാച്ചിലുള്ള ആൾക്കാർ ആറാമത്തെ ബാച്ചിലുള്ള ആൾക്കാർ 5ാമത്തെ അവർ ഉന്നത ലെവലെത്തി. എത്തിയ അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സിൽ 6ാമത്തുള്ള ആൾക്കാർ നമ്മൾ പങ്കെടുപ്പിക്കൂല. അവർ പണം തന്നാലും പങ്കെടുപ്പിക്കൂല. അതെ 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 കറക്റ്റ്. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടല്ലേ പോകുന്നത്. യെസ് ഓർ നോ? അതെ 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 യാതൊരു ഇതുമില്ല. അതുപോലെ ഒന്നും പങ്കെടുക്കാതെ നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചില ആൾക്കാർ പറയും, സാറേ പങ്കെടുക്കണം. പങ്കെടുപ്പിക്കില്ല. കാരണം നിയമമാവും. അത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. ആ നിയമം തെറ്റിച്ചാൽ നമ്മൾ എൻ്റെ ലൈഫിലൊക്കെ നേരത്തെ തന്നെ, ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. നേരത്തെ തന്നെ ഏതെങ്കിലും നിയമത്തിന്റെ എതിരായിട്ട് ചിന്തിച്ചാൽ പോയി എനിക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഞാൻ പോലും അറിയാതെ ഉണ്ടായ എൻ്റെ ലൈഫിലുണ്ടായ സംഭവമാണ്. അപ്പൊ അന്ന് മുതൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തു തന്നെ ചെയ്താലും ശരി നിയമം തെറ്റിക്കുന്ന പരിപാടി ചെയ്യൂല. അതുകൊണ്ട് ജീവിക്കാൻ നല്ല സുഖമാണ്. എല്ലാം നമ്മിലോട്ട് വരും. മനസ്സിലായില്ലേ? ഏറ്റവും വലുത് നമ്മുടെ പാദങ്ങൾ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, പാദങ്ങൾ ഉറപ്പിക്കണേ. ഇത് ഇസ്ലാമിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലുണ്ട്. പാദങ്ങൾ ഉറപ്പിക്കണം. പാദം ഉറച്ചവിടെ നിൽക്കും, നമ്മൾ കംഫർട്ടബിൾ ആവും. മനസ്സിലായി? നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആയ ആൾക്കാരെ തേടിയാ പോകുന്നത്. എത്രയോ ആൾക്കാർ ഭർത്താവിനെ കുറിച്ച് കംപ്ലൈന്റ് പറയും, സാർ എപ്പോഴും ഭ്രാന്തനാണ്, ചൂടനാണ്, ഒന്നും പറയാൻ വയ്യ. അയാൾ കംഫർട്ടബിൾ അല്ല. ഭാര്യയ്ക്ക് ഇറിറ്റേഷൻ വരുന്നു. ഭാര്യ പറയും, ഭർത്താവ് പറയുന്നു, ഇവള് അങ്ങനെയാണ്, ഇങ്ങനെ ഇത്ര ആയിരക്കണക്കിന്. കംഫർട്ടബിൾ അല്ല. കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരെ കൂടെ ആരും വർക്ക് ചെയ്യാൻ തയ്യാറല്ല. കംഫർട്ടബിൾ അല്ലാത്ത ഒരാളെ കൂടെ പ്രപഞ്ചബോധം അല്ലെങ്കിൽ യൂണിവേഴ്സ് റിച്ച്നെസ്സും കൊണ്ടുതരില്ല. അതുകൊണ്ടാണ് 2000-ഓളം ആളുകൾ
പങ്കെടുത്തു. ഇനിയിപ്പോ നമുക്ക് 21-ാം തീയതി കോഴിക്കോടും 28-ാം തീയതി എറണാകുളത്തും ഈ മാസം തന്നെ പ്രോഗ്രാം ഉണ്ട്. അതും കൂടി ആകുമ്പോൾ ഏകദേശം 2500 അടുത്ത് 2300 ഓളം ആൾക്കാർ ഒരൊറ്റ വർഷം കൊണ്ട് ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. 21-ാം തീയതി എൻ്റെ പുസ്തകത്തിന്റെ പ്രകാശനമുണ്ട്. പുസ്തകം പ്രകാശനം ചെയ്ത് കഴിഞ്ഞാൽ ദുബായിലും സൗദിയിലും ആ പുസ്തകം ഉണ്ടാവും. അവിടെ 2 സ്ഥലത്തും നമുക്ക് ഫ്ലാറ്റും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. സൗദിയിലുണ്ട്, അതുപോലെ ദുബായിലുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ പുസ്തകവും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പുസ്തകവും, അതുപോലെ തന്നെ ആദ്യത്തെ പുസ്തകം 2 വോള്യം ഇറക്കി, അതിപ്പോൾ 3-ാമത്തെ വോള്യം. ഇനിയിപ്പോ എത്ര പുസ്തകം ബാക്കിയുണ്ട് സർ? ആദ്യത്തെ പുസ്തകം 2000 കോപ്പി അടിച്ചിരുന്നു. അതിനി എത്ര പുസ്തകം ബാക്കിയുണ്ട് സാർ? അടുത്ത ബാക്കിയുണ്ടോ? 37, 38 അത്രേ ഉണ്ടാവുള്ളൂ. 2000 കോപ്പി അടിച്ചിരിക്കുക ആകെ 37 പുസ്തകമാണ് ഇനി ആകെ ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3-ാമത്തെ എഡിഷനും കൂടി അടിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 5ഓളം പുസ്തകമായി. മനസ്സിലായി? പുസ്തകം എഴുതിയത് 2 എണ്ണമാണെങ്കിലും അതേപോലെ തന്നെ യെസ് എന്താണ് ട്രഷർ കോഴ്സിൽ ഓഫ്ലൈൻ ക്ലാസ് EFT അഡ്വാൻസ് തീർച്ചയായിട്ടും. ഈ പുസ്തകം നമുക്ക് എപ്പോ കിട്ടുക? പുസ്തകം നിങ്ങൾ 21-ാം തീയതി വരില്ലേ കോഴിക്കോട്? നോക്കട്ടെ എന്നല്ല, പുസ്തകം അതിൽ വരണം. നിങ്ങൾ അത് നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അസ്രഫ് സാറൊക്കെ വന്നില്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ഭംഗി പോയില്ലേ? നിങ്ങൾ വരണം, വൈഫിനെ ഒക്കെ കൂട്ടി വരണം കേട്ടോ. അത് എന്റെ പാരന്റ്സ് ആണ് അത് ഇനാഗുറേഷൻ ചെയ്യുന്നത്. ഏതാ 21-ാം തീയതി എങ്ങനെയാണ് പ്രോഗ്രാം? എന്താണ് 21-ാം തീയതി? അത് പിന്നെ ട്രഷർ ബാച്ച് 6-നുള്ള പ്രോഗ്രാമാണ്. അത് നിങ്ങൾക്ക് പങ്കെടുക്കാതെ 21-ാം തീയതി നമുക്ക് ലൈവായിട്ടൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അത് വലിയ ഫീസ് ഒന്നുമില്ല. സാറോട് ചോദിച്ചാൽ മതി, അത് പങ്കെടുക്കും. ഞാൻ മൈൻഡ് സെറ്റിന്റെ അല്ല അതിൽ അപ്പൊ പങ്കെടുക്കാം അല്ലേ? പങ്കെടുക്കാം. നിങ്ങൾ പങ്കെടുക്കാം. ട്രഷറിലും നിങ്ങൾക്ക് പങ്കെടുക്കാം കേട്ടോ. ജനുവരിയിലല്ലേ തുടങ്ങുന്നത് ട്രഷർ? ജനുവരിയിലല്ല, ഡിസംബർ. ഇപ്പൊ തന്നെ തുടങ്ങിയെന്ന് വിചാരിക്കുക. നാളെ നിങ്ങൾ ഇപ്പൊ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇപ്പോ ഹാപ്പി പാർക്ക് കുറെ മെന്റേഴ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങിയാൽ ഫിനാൻസിന്റെ സൗകര്യം ആയിട്ടില്ല, അതുകൊണ്ടാ. ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുക, ഐ വാണ്ട് ടു അറ്റൻഡ്, ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്റെ വർക്ക്, ഇന്ന് മുതൽ നിങ്ങൾക്ക് അതിന്റെ കുറച്ച് ഹോംവർക്കുകൾ വളരെ കുറഞ്ഞ ആദ്യത്തെ ഒരു മാസം, ആദ്യത്തെ ഒരാഴ്ച മാത്രം. കാരണം നമ്മൾ വെറുതെ നിങ്ങൾ ക്ലാസ് വന്നുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവണം. അപ്പൊ ആ രൂപത്തിലുള്ള കുറച്ച് വർക്കുകൾ ആദ്യം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളെ കൂടെ അവർ ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ട്രഷർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വർക്കുകളൊന്നുമില്ല. പിന്നെ നമ്മൾ സുഖകരമായി ഇപ്പൊ 6-ാമത്തെ ബാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സുഖമായിട്ട് പോകും. 5-ാമത്തെ ബാച്ച് ഇപ്പൊ അവസാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, അവസാനിച്ച 5-ാമത്തെ ബാച്ചിലെ ആൾക്കാർ ചോദിക്കട്ടെ, ഈ കോഴ്സ് 5-ാമത്തെ ബാച്ച് ആരെങ്കിലും ഉണ്ടോ? ഇത് അവസാനിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 5-ാമത്തെ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? എനിവൺ? മുഹമ്മദ് സാർ 4 അല്ലേ? സാർ ഞാൻ 4ആണ്. പക്ഷെ 4ആണെങ്കിലും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവില്ലേ? ഒഴിഞ്ഞു പോകാനൊന്നും തോന്നൂല സാറേ. ഫീസ് ഒന്നും ഒരു വിഷയമല്ല. കൂടിയാ പിന്നെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാൻ തോന്നൂല ആയിരിക്കും. 5-ാമത്തെ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? 5-ാമത്തെ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? ബാച്ച് 5. ഉണ്ട് സാറേ. പേരെന്തായിരുന്നു? സജ്ന. നിങ്ങൾ 5-ലായിരുന്നു? അതെ. എങ്ങനെയുണ്ട്? പിന്നെ ട്രിവാൻഡ്രം? സജ്ന ട്രിവാൻഡ്രം അല്ല, തിരൂര്, മലപ്പുറം തിരൂര്. എങ്ങനെയുണ്ട് 5-ാമത്തെ ബാച്ച് കഴിഞ്ഞപ്പോ? എന്ത് തോന്നുന്നു ഇപ്പോ? 6-ാമത്തെ ബാച്ചിൽ തുടങ്ങാൻ പോവാണ്. ഇനി എന്തായാലും നിർത്തുന്നില്ല. അതായത് 5-ാം ബാച്ച് കഴിഞ്ഞു, 6-ാം ബാച്ചില് ഇനി റിപ്പീറ്റ് ചെയ്യണേ എന്തായാലും. ഇൻഷാ അല്ലാ എന്നും കൂടെ ഉണ്ടാവും. ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല, അൽഹംദുലില്ലാ. സമാധാനമായിട്ട് പോകുന്നു. തീർച്ചയായിട്ടും 6-ൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ. വീണ്ടും 6-ലല്ല 7. 6 ഇപ്പം നടന്നു, 7 ഇപ്പോ തുടങ്ങാൻ പോകണം. അത് റിപ്പീറ്റ് ചെയ്തോളൂ. തുടർന്ന് പോവാം. ഓക്കെ.
ഓക്കെ ഓക്കെ. ശരി, അതിനും പിന്നെ വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. അതെ. ആദ്യം ഇങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിന് ഒരു കടമ്പത്തേക്ക് ഒരു ഇതുണ്ടാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. മനസ്സിലായില്ലേ? ശരി, അപ്പോ സാറേ ആ മണി മൈൻഡ് സെറ്റും ട്രഷറും ഒന്ന് പറഞ്ഞിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. സാറ് പോയോ? ഇല്ല. ഒന്ന് മണി സംസാരിച്ചോളൂ. മണി മൈൻഡ് സെറ്റ് 12 ആഴ്ച ഈ വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുമുണ്ട്. 10 ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമാണ് മണി മൈൻഡ് സെറ്റ് പ്രോഗ്രാം. 2025 കിരിം സാറിന്റെയും ഹാപ്പി പാർക്കിന്റെയും വിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഫീസിൽ ഇത്രത്തോളം മഹത്തായ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വെറും 2000 രൂപയാണ് കോഴ്സിന്റെ ചാർജ് വരുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞാലും ഇതിന്റെ എല്ലാവിധ കണ്ടന്റുകളും ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ എല്ലാ റെക്കോർഡുകളും ഭാവിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട വ്യത്യസ്തമായ അഫർമേഷന് വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിലൂടെ അയച്ചു തരും. ഒരു പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രത്യേകം ഉണ്ടാകും. അതിലായിരിക്കും ഈ ഡിസ്കഷന്റെയും വർക്കുകളെയും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കറക്റ്റായി 10 ദിവസം വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട ബ്ലോക്കുകൾ മാറുകയും പണക്കാരന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങളോട്ട് ലഭിക്കുകയും ചെയ്യുന്നു. ഇത് 12ാമത്തെ ബാച്ചാണ് നടക്കുന്നത്. താല്പര്യമുള്ള ആളുകളെ നിങ്ങളെ ഗ്രൂപ്പ് അഡ്മിനുമായി ബന്ധപ്പെടുക. നിങ്ങളെ ഗ്രൂപ്പിലൂടെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാവിധ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ട്രഷർ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് 5th വെള്ളിയാഴ്ച. ഓക്കെ. December 5. അതുപോലെ ടൈം തന്നെ മോർണിംഗ് ആണോ ഈവനിങ് ആണോ? മോർണിംഗ് രാവിലെ 7 മോർണിംഗ്. മണി to 8 മണി വരെ. വിദേശത്തുള്ള ആളുകൾക്ക് അതിന്റെ റെക്കോർഡിംഗ് കിട്ടുന്നത് കൊണ്ട് കറക്റ്റ് ഓക്കെ. താങ്ക് യു സാർ. ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. 7 മാസത്തെ സാറ് പറഞ്ഞ കേൾക്കുന്നില്ല. കോഴ്സാണ്. താല്പര്യമുള്ള ആളുകളെ നിങ്ങളെ ബ്രേക്ക് ആവുന്നു. ട്രഷർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ EFT മറ്റ് പ്രോഗ്രാമുകൾ പങ്കെടുത്ത ആളുകളാണ് അതിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ. താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ അവർ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. December 15 ട്രഷർ കോഴ്സ് ആരംഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സൗദി അറേബ്യയിൽ EFT ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സൗദി അറേബ്യ അല്ല, അമേരിക്കയിലെ ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, കാനഡയിലെ ആൾക്കാരുണ്ട്, നൈജീരിയയിലെ ആളുകൾ, അതുപോലെ UK ആൾക്കാർ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ എന്നല്ല, ലോകത്ത് എവിടെയും ഈ സംഗതി പഠിക്കുവാൻ സാധ്യമാണ്. ഓക്കെ മുജീബ് സാർ, സൗദി അറേബ്യയിൽ നമ്മുടെ പുസ്തകവും ലഭ്യമാണ്. പുസ്തകം പബ്ലിഷ് ആയി കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ലഭ്യമാണ്. റിയാദിലാണ് നമ്മുടെ ഓഫീസുള്ളത്. റിയാദിൽ നിങ്ങൾക്ക് അത് കിട്ടും. അതുപോലെ പിന്നെ UAE ഇവിടെ ഉള്ളത്, ദുബായിലാണ് ഉള്ളത്. സന്തോഷ് സാറേ, കല്യാണ കുർഷാറെ കഴിഞ്ഞില്ലേ? വളരെ ഭംഗിയായിട്ട് തോന്നുന്നു സാറേ. വളരെ സന്തോഷം. എല്ലാവരെയും അനുഗ്രഹം ഉണ്ടായതിൽ വളരെ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. അവരുടെ ദാമ്പത്യ ജീവിതത്തിലും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും അവർക്ക് ബ്ലെസ്സിങ് കൊടുക്കാം. അവരുടെ നല്ല ഒരു പിന്നെ ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ, നല്ല മക്കളുണ്ടാവട്ടെ, ലോകത്തിന് ഗുണമുള്ള മക്കളുണ്ടാവട്ടെ, അനുഗ്രഹിക്കപ്പെട്ട മക്കളുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു.